CPIMന്റെ നേതാവായിരുന്ന ജി സുധാകരൻ, അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു CPIMന്റെ. അദ്ദേഹം സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വാർത്ത വന്ന ഉടനെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും ഉണ്ടായി. UDF നേതാക്കളുടെ പ്രതികരണം. UDF നേതാക്കൾ ജി സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ചാണ് ആദ്യം രംഗത്ത് വന്നത്. എന്നാൽ മെല്ലെ മെല്ലെ UDF, കോൺഗ്രസ് ജി സുധാകരന് പിന്തുണ നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. ഒരു പുനർവിചിന്തനം വേണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് UDFും കോൺഗ്രസും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന്. എന്നാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറച്ച് കടത്തി പറയുകയും പിന്തുണക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ജി സുധാകരനെ പിന്തുണക്കുന്നത് അപകടകരമാകില്ലേ എന്ന ചർച്ചയാണ് കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹമുണ്ട്. LDF സർക്കാർ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ജി സുധാകരൻ. ജി സുധാകരൻ പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രിയായി വരണം എന്നതാണ്. എന്ന് വെച്ചാൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് ജി സുധാകരൻ. കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ട് ലഭിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ പിണറായി സർക്കാരിനെ പിന്തുണക്കാൻ തയ്യാറായാലോ? സ്വതന്ത്രനായതുകൊണ്ട് തീരുമാനമെടുക്കാം, ആർക്കും എതിർക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ എന്ന ആശങ്കയുണ്ട്. കാരണം ടൈറ്റ് മത്സരമാണ്. LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് പോലും വളരെ നിർണായകമാകും ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജി സുധാകരനെ പിന്തുണക്കുന്നത് അപകടകരമാകില്ലേ എന്ന ചർച്ചയാണ് കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നത്. ജി സുധാകരൻ ഏതായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം, സ്വതന്ത്രനായി മത്സരിക്കട്ടെ. UDFിനെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, മത്സരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ത്രികോണ മത്സരം നടക്കട്ടെ. ത്രികോണ മത്സരം നടന്നാൽ ജി സുധാകരൻ പിടിക്കുന്നത് CPIMന്റെ വോട്ടായിരിക്കും, LDFിന്റെ വോട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ LDFിന്റെ വോട്ട് രണ്ടാകും, ഭിന്നിക്കും. അത് UDFിന്റെ വിജയത്തിലേക്ക് നയിക്കും. LDFിന്റെ വോട്ട് രണ്ടായി മാറിയാൽ സ്വാഭാവികമായും UDFിന് മേൽക്കൈ ലഭിക്കും. അങ്ങനെ UDFിന് സീറ്റ് ലഭിക്കുന്ന അവസ്ഥ വരും. അതാകുമ്പോൾ സുരക്ഷിതമാണ്. കൈപ്പത്ത് ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാം, കൂറുമാറാൻ കഴിയില്ല. UDFിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളുടെ ചിന്ത. മത്സരിച്ചോട്ടെ എന്നതാണ്. UDFിന് ഗുണകരമാണ് ജി സുധാകരൻ മത്സരിക്കുന്നത്. ജി സുധാകരൻ മത്സരിക്കട്ടെ സ്വതന്ത്രനായി. ഇതുവരെയും ജി സുധാകരനുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിട്ടില്ല. UDF നേതാക്കൾ, മുതിർന്ന നേതാക്കളൊന്നും ചർച്ച നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പും ജി സുധാകരന് ഇതുവരെ നൽകിയിട്ടില്ല. ചില ഇടനിലക്കാർ മുഖേന ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കൾ ഇതുവരെയും ജി സുധാകരനുമായി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ ഒരു പുനർവിചിന്തനം ഇപ്പോൾ നടക്കുന്നത്. ജി സുധാകരന് പിന്തുണ കൊടുത്താൽ അത് അപകടകരമായിരിക്കും. അതല്ലെങ്കിൽ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPIMന്റെ നയനിലപാടുകളെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്ത് വരണം. ഇതുവരെയും അദ്ദേഹം അതിന് തയ്യാറായിട്ടുമില്ല. എന്ന് വെച്ചാൽ CPIMനോടൊപ്പം തന്നെയാണ് ജി സുധാകരൻ. ആലപ്പുഴയിലെ ചില പ്രാദേശിക നേതാക്കളോടുള്ള പ്രതിഷേധമാണ്, അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പാണ് ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അത് CPIMനെതിരെയോ അതല്ലെങ്കിൽ CPIMന്റെ സംസ്ഥാന നേതാക്കൾക്കെതിരെയോ ഉള്ള ഒരു പോരാട്ടമല്ല, സമരമല്ല. ജി സുധാകരൻ പറഞ്ഞത് മണ്ഡലത്തിന് പുറത്ത് ഞാൻ എവിടെയും പ്രസംഗിക്കാൻ പോകില്ല, CPIMന്റെ രാഷ്ട്രീയ നിലപാടിനെ തള്ളിപ്പറയില്ല എന്ന് വരെ പറഞ്ഞു ജി സുധാകരൻ. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്തുണ നൽകുന്നത് കൊണ്ട് എന്ത് ഗുണം എന്ന ചോദ്യമാണ് കോൺഗ്രസിനകത്ത് ഉയരുന്നത്. ജി സുധാകരനെ പോലെയുള്ള ഒരാൾ CPIM വിട്ട് പുറത്തു വരികയും CPIMന്റെ ആശയ നിലപാടുകൾക്ക് എതിരെ രംഗത്ത് വരികയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്താൽ മാത്രമേ UDFിന് ഗുണമുള്ളൂ. അങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് ജി സുധാകരൻ വരുന്നില്ല. അതുകൊണ്ട് പിന്തുണ നൽകേണ്ടതില്ല.
പകരം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, UDF മത്സരിക്കട്ടെ. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, LDF മത്സരിക്കട്ടെ. G. സുധാകരനും മത്സരിക്കട്ടെ. ഫലം എന്താകുമെന്ന് ഏതാണ്ട് ഉറപ്പുണ്ട്. കാരണം LDFന്റെ വോട്ട് ഭിന്നിക്കും, UDF ജയിക്കും. അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തന്ത്രം. അതുകൊണ്ട് കോൺഗ്രസ് UDF G. സുധാകരന് പിന്തുണ നൽകാൻ ഇടയില്ല എന്ന വിവരമാണ് UDFനകത്ത് നിന്ന് പുറത്തു വരുന്നത്.